ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കുന്നതിനുള്ള ആദ്യ സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ന് വിദേശത്തേക്ക്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘം 11 മണിയോടെ ദില്ലിയിൽ നിന്ന് പുറപ്പെടും. 11 ദിവസം നീളുന്ന പര്യടനത്തിൽ ജപ്പാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുന്നത്. അബ്ദുൾ റഷീദ് ചേരുന്നു. റഷീദ്, ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം, ഈ വിഷയങ്ങൾ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പാകിസ്ഥാന് ഇക്കാര്യത്തിലുള്ള വ്യക്തമായ പങ്കിൻ്റെ തെളിവുകൾ ഈ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ വലിയ ഉത്തരവാദിത്വമായിട്ടാണ് സർവകക്ഷി സംഘം വിദേശത്തേക്ക് പുറപ്പെടുന്നത്. വിശദാംശങ്ങൾ. ഷമ്മി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പാകിസ്ഥാൻ്റെ പാക് ഭീകരതയും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും മറ്റു രാജ്യങ്ങളുമായി, അതായത് വിദേശ രാജ്യങ്ങളുമായി പൂർണ്ണമായും വിശദീകരിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതിനിധി സംഘങ്ങളൊക്കെ ഒക്കെ തന്നെയും വിദേശ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുന്നത്. എന്തായാലും ആദ്യ സംഘം അല്പസമയത്തിനകം തന്നെ പുറപ്പെടും. എല്ലാ MP-മാരും ഇതിനോടകം തന്നെ ദില്ലിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് അടിയറവിടുന്നത് തന്നെയാണ് പോകുന്നത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ലോകം ഈ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഈ ഭീകരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ലോകരാജ്യങ്ങളെ വിശദീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. എന്തായാലും 11 മണിയോട് കൂടിയാണ് ആദ്യ സംഘം പുറപ്പെടുന്നത്. അവർ ടോക്കിയോ വഴി ജപ്പാനിലേക്ക് പുറപ്പെടും. പിന്നീട് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ എത്തുകയും അവിടുത്തെ പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം ഇന്ത്യൻ പൗരന്മാർ, അതായത് ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരോടൊപ്പവും നയതന്ത്ര വിദഗ്ധരോടൊക്കെ തന്നെയും ചർച്ച ചെയ്യുകയും പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളും ഇന്ത്യ ഭീകരതയ്ക്കെതിരെ എടുത്തിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവരുമായി ചർച്ച ചെയ്യുകയും പിന്നീട് അത് മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും JDU MP ആയിട്ടുള്ള അരുൺ കുമാർ ജായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ പുറപ്പെടുന്നത്. രണ്ടാമത്തെ സംഘം ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുറപ്പെടും. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്ന് തന്നെയാണ് ഈ സംഘവും പുറപ്പെടുന്നത്. 9 അംഗങ്ങൾ ചേരുന്ന 2 ഘട്ടങ്ങളിലായിട്ടാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. എന്തായാലും രാജ്യത്തെ എങ്ങനെയാണ് ഭീകരവാദത്തിനെതിരെ പോരാടിയിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും മറ്റു രാജ്യങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം UN ഐക്യരാഷ്ട്രസഭാ സമിതിയിൽ അംഗത്വമുള്ള എല്ലാ ആളുകളും, അതായത് എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ പ്രതിനിധികൾ എത്തും. അതോടൊപ്പം തുർക്കി, ചൈന പോലുള്ള രാജ്യങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് പ്രധാനമായും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാരണം ചൈനയും തുർക്കി പോലുള്ള രാജ്യങ്ങൾ പാക് ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നു. ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകളും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പര്യടനത്തിലേക്ക് MP-മാർ എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആദ്യ സംഘം ദില്ലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടും. ഷമി. റഷീദ്, നമുക്കറിയാം പഹൽഗാമിലെ സാധാരണപ്പെട്ട മനുഷ്യർ, നിഷ്കളങ്കരായ വിനോദസഞ്ചാരികൾ അതിക്രൂരമായി 25 ഇന്ത്യക്കാരും ഒരു നേപ്പാളിയും ഉൾപ്പെടെയുള്ളവർ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ്. അവരെ ഈ രാജ്യത്തേക്ക് അയച്ച പാകിസ്ഥാന് വളരെ കൃത്യമായി അതിൻ്റെ പങ്കുണ്ട് എന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടി നമ്മൾ നൽകിയിട്ടുമുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഉന്നതതല സംഘം പോകുന്നത്. ഇപ്പോൾ മനോജ് കുമാർ ജാ അടക്കമുള്ളവരുടെ സംഘം ഇന്ന് പോകുന്നു. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘം, രവിശങ്കർ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, അങ്ങനെ ഓരോരോ സംഘങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയും നമ്മുടെ നിലപാട് വിശദീകരിക്കുകയും ചെയ്യുകയാണ്. ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ മറ്റ് രാജ്യങ്ങളെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്, കർത്തവ്യമാണ്. ആ ഒരു തലത്തിൽ ഈ ഒരു യാത്രയെ എങ്ങനെയാണ് ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ കാണുന്നത്? ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ വിവിധ ലോക രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾ അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഒരു ഇടപെടൽ ഭീകരവാദത്തിലും അതോടൊപ്പം തീവ്രവാദത്തിലും പാകിസ്ഥാൻ്റെ ഒരു ഇടപെടൽ എന്താണ് എന്നുള്ളതും അതോടൊപ്പം ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ വേണ്ടി തന്നെയാണ് മറ്റു രാജ്യങ്ങളിലേക്ക്, ഏഷ്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിനിധികൾ എത്തുകയും ചെയ്യുന്നത്.
പറയുന്നത് കൃത്യമായിട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാടുകൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള നടപടികളൊക്കെ തന്നെയും കൃത്യമായി നയതന്ത്ര വിദഗ്ധരടക്കമുള്ള ആളുകളോട് വിശദീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. പ്രത്യേകിച്ചും ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ നിലപാട് അടിയറയിട്ട് പറയുന്നത് തന്നെയായിരിക്കും, അത്തരത്തിലൊരു നിലപാടായിരിക്കും ഉണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ MP-മാർക്കൊക്കെ തന്നെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ ഐക്യരാഷ്ട്രസഭയുടെ സഹായമടക്കം പാകിസ്ഥാൻ നേരിടുകയും പിന്നീട് തേടുകയും പിന്നീട് ഈ ഐക്യരാഷ്ട്ര സമിതിയുടെ യോഗത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തങ്ങൾക്ക് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമില്ല എന്നുള്ള അവകാശവാദമായിരുന്നു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അത് തെളിയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യൻ സേനയും NIA-യും മറ്റു സേനാ വിഭാഗങ്ങളടക്കമുള്ള ആളുകൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നീടാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിദേശത്തേക്കുള്ള MP-മാരുടെ സംഘത്തെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഭരണകക്ഷി എടുത്തിട്ടുള്ള ഒരു തീരുമാനം നമുക്കറിയാം. പാർലമെന്റിലടക്കം പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അവസരം നൽകാത്ത ഒരു സാഹചര്യം, പ്രതിപക്ഷ MP-മാർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാത്ത ഒരു സാഹചര്യം. അതുമാത്രവുമല്ല, പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് വിളിക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും പാർലമെന്റ് വിളിക്കാൻ BJP തയ്യാറാവുന്നില്ല. പക്ഷേ വിദേശത്തേക്കുള്ള സർവകക്ഷി സംഘത്തെ അയച്ചപ്പോൾ നോക്കൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്താൻ അവർ തയ്യാറാകുന്നു. ശശി തരൂരിനെ പോലെ, കനിമൊഴിയെ പോലെ, ജോൺ ബ്രിട്ടാസിനെ പോലെ, മനോജ് കുമാർ ഷായെ പോലെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പേരെ അതിൽ ഉൾപ്പെടുത്താൻ തയ്യാറാവുന്നു. സാധാരണഗതിയിൽ BJPയുടെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഒരു പറ്റം സംഘപരിവാര ആൾക്കാരെ കൊണ്ട് നിറച്ച ഒരു സംഘം വിദേശത്തേക്ക് പോകേണ്ടതാണ്. പക്ഷേ വിദേശത്ത് അതിന് സ്വീകാര്യത കിട്ടില്ല എന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം. ഈ രാജ്യത്തെ ജനാധിപത്യ കക്ഷികളെ ഉൾപ്പെടുത്താത്ത ഒരു സംഘത്തെ വിദേശത്തേക്ക് അയച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് BJPക്ക് അറിയാം. അവിടെയാണ് ഈ ഒരു ജനാധിപത്യ ബോധം കാണിക്കാൻ അവർ തയ്യാറായത്. പക്ഷേ ഒരു പാർട്ടികളുമായി ആലോചിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കുറച്ച് പേരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരെ കോൺഗ്രസ് ഉൾപ്പെടുത്താത്തതിനെ സംബന്ധിച്ച് വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടി കോൺഗ്രസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും വിദേശത്തേക്ക് അയക്കുന്ന സംഘത്തിൽ ഈ പറയുന്ന പോലെ ഒരു ജനാധിപത്യ മര്യാദ പുലർത്തേണ്ടി വന്നു BJPക്ക് എന്നല്ലേ പറയേണ്ടത് റഷീദ്? ഷമി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പിന്നീട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും സർവകക്ഷി യോഗവും അതോടൊപ്പം പ്രത്യേക പാർലമെൻറ്റ് യോഗവും വിളിച്ചു ചേർക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിരുന്നു. നിരവധി തവണ അതുമായി ബന്ധപ്പെട്ട കത്തുകൾ MP-മാരൊക്കെ തന്നെയും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിലൊക്കെ തന്നെയും ഈ ആവശ്യങ്ങൾ തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പിന്നീട് കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, അതായത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതിനിധി സംഘത്തെ അയക്കാനുള്ള തീരുമാനം BJPയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിലും ഒരു വിഭാഗീയത ഉണ്ടാക്കുന്ന നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും വിവിധ ദേശീയ പാർട്ടികളോട് ആലോചിക്കാതെയുള്ള ഒരു തീരുമാനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയെന്ന് പിന്നീട് മന്ത്രി കിരൺ റിജിജു നേരിട്ട് വിവിധ MP-മാരെ വിളിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ കൃത്യമായിട്ടുള്ള പാർട്ടി നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം നേടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ശശി തരൂരിനും അതോടൊപ്പം മറ്റു വിവിധ MP-മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടതിലൊക്കെ തന്നെയും വലിയ അതൃപ്തി കോൺഗ്രസും TMC അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെയും മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ ജനപ്രതിനിധികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷ പാർട്ടികളിലുള്ള MP-മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിദേശ പര്യടനം നടത്തുക എന്നതിലൂടെ പ്രതിപക്ഷ MP-മാരുടെ ഒരു വിശ്വാസീയത നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് BJPക്കുള്ളത്. കാരണം നേരത്തെ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം പ്രതിപക്ഷ MP-മാരുടെ വിശ്വാസ്യത വിദേശ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ള വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് BJP സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി.
ഷമി, തീർച്ചയായും നമുക്ക് അങ്ങനെ വിലയിരുത്താവുന്നതാണ്. കാരണം നേരത്തെ തന്നെ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവിധ നേതാക്കളുമായി പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങളൊക്കെ തന്നെയും ബന്ധപ്പെടുകയും അത്തരത്തിലുള്ള ഒരു പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിഭാഗീയത ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് കോൺഗ്രസിലും അതോടൊപ്പം TMCയിലൊക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുള്ള ഒരു പൊട്ടിത്തെറി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നേരത്തെ TMCയിലുള്ള പത്താനെ അടക്കം മാറ്റിക്കൊണ്ട് മറ്റു പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റു പാർട്ടികൾക്കിടയിൽ ഒരു വിഭാഗീയത ഉണ്ടാക്കുകയും അതേസമയത്ത് വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ അല്ലെങ്കിൽ വിഭാഗീയതയോ ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം കൂടി BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. കാരണം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഏതെങ്കിലും ദേശീയ പാർട്ടികളുമായി നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള തങ്ങൾക്ക് താല്പര്യമുള്ള ചില പ്രതിനിധികളുമായി നേരിട്ട് സംസാരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിൽ വലിയ വിമർശനം വിവിധ MP-മാരൊക്കെ തന്നെയും ഉയർത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരത്തിൽ രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടുമ്പോൾ പാർട്ടികൾക്കിടയിൽ ഇന്ത്യയിൽ വലിയ വിഭാഗീയത ഉണ്ടാക്കാൻ BJPക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു മുതലെടുപ്പ് BJP നടത്തുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അടക്കമുള്ള കാര്യങ്ങളിൽ അത്തരത്തിലൊരു വിഭാഗീയത കൊണ്ടുവരാൻ BJPക്ക് ആവുകയും ചെയ്തു. അതേസമയം ഷമി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു വിഭാഗീയത തങ്ങളുടെ രാജ്യത്ത് ഇല്ല, തങ്ങളുടെ MP-മാരുടെ ഇടയിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം വരുത്തി തീർക്കാനുള്ള ശ്രമവും ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ MP-മാരെയൊക്കെ തന്നെയും ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും MP-മാരൊക്കെ തന്നെയും ദേശീയ സുരക്ഷയും അതോടൊപ്പം രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാടിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം സർവകക്ഷി യോഗം വിളിക്കുമ്പോഴും അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാക് പ്രകോപനങ്ങൾക്ക് ഇന്ത്യ എന്ത് തിരിച്ചടിയാണോ നൽകുന്നത് ആ തിരിച്ചടി തങ്ങൾ കൃത്യമായിട്ട് അനുകൂലിക്കുന്നു എന്നുള്ള നിലപാട് നേരത്തെ തന്നെ പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള ആളുകൾ അത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കം BJP നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 11 മണിയോടുകൂടി ആദ്യ സംഘം ജപ്പാനിലേക്ക് തിരിക്കുകയാണ്. രാജ്യസഭാ കക്ഷി CPIM-ൻ്റെ രാജ്യസഭാ കക്ഷി അംഗമായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ള 9 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള സംഘമാണ് ഇന്ന് പുറപ്പെടുന്നത്. 11 മണിയോടുകൂടി അവർ പുറപ്പെടും. ടോക്കിയോ വഴി ജപ്പാനിലേക്കാണ് പുറപ്പെടുന്നത്. നാളെ രാത്രിയോടുകൂടി അവർ അവിടെ എത്തുകയും നയതന്ത്ര വിദഗ്ധരുമായി ചർച്ച നടത്തും. പിന്നീട് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുകയും ചെയ്യും. രണ്ടാമത്തെ സംഘം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ദില്ലിയിലെ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടും. IT മുഹമ്മദ് ബഷീർ MP അടക്കമുള്ള ആളുകളാണ് MP-മാരുടെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ്. ആദ്യ സംഘം ഇന്ന് 11 മണിയോടുകൂടി പുറപ്പെടും. CPIM-ൻ്റെ രാജ്യസഭാ കക്ഷി നേതാവ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടുന്ന സംഘമാണ് ഇന്ന് പുറപ്പെടുന്നത്. അബ്ദുൾ റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.